കുരിശിലേറ്റി കല്ലെറിഞ്ഞ് തടങ്കലിലാക്കി. ഈ ബോച്ച എന്ത് തെറ്റാണ് ജനങ്ങളോട് ചെയ്തത്? ഈ സ്ത്രീയോട് ചെയ്തത്? ഈ സ്ത്രീയെ കടന്നു പിടിച്ചോ? ഈ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? ഈ സ്ത്രീയുടെ വീടിന് നേരെ കല്ലെറിഞ്ഞോ? ഇതൊന്നും ചെയ്തില്ലല്ലോ. അദ്ദേഹം നാടിന് വേണ്ടി നന്മയല്ലേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ സ്ത്രീ നാടിനെ തകർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം കുഞ്ഞു കുട്ടികൾ പോലും ഇപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. അവർ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിന്ന കുട്ടികളെല്ലാം ഇപ്പം പിന്നിലോട്ടാണ്. എന്തുകൊണ്ടാണ്? ഒരു മൊബൈൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഹണി 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 റോസ്. ഹണി എന്ന് പറഞ്ഞാൽ തേനാണ്. ഈ സ്ത്രീ മോശപ്പെട്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് ഹണിയും ഒലിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹണിയിൽ ഈച്ച അപ്പും, അതുപോലെ ജനങ്ങളും വന്നു അപ്പും. അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു സ്ത്രീയാണ്. ഞാൻ ഈ ലിഫ്റ്റ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ 100-ൽ 50 സ്ത്രീകളും പറയും, അയ്യോ ഇവള് ലിഫ്റ്റ് ഇട്ടിരിക്കുന്നു, ഇവക്ക് നാണമില്ലേന്ന്. അപ്പോൾ ഈ ഹണിയെ ഒലിപ്പിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ജനങ്ങളെല്ലാം അവരുടെ മനസ്സുകൾ കൊണ്ട് പ്രതികരിക്കും. പക്ഷെ അവർക്ക് പേടിയാണ്. പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരും ഇതേപോലെ അഴിക്കുള്ളിൽ പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല. പക്ഷെ നല്ലവനായ ഒരാൾ പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിന് ഇന്നാൾ ജയിലിനുള്ളിലാണ്. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്യുന്നത്? അപ്പോൾ ഒരിക്കലും നാടിനും നാട്ടുകാർക്കും വേണ്ടി സഹായിക്കുന്ന ഒരാളെ കല്ലെറിഞ്ഞ് കുരിശിലേറ്റി കമ്പിക്കുള്ളിലാക്കാൻ ഒരിക്കലും പാടില്ല. എല്ലാ ജനങ്ങളും, നല്ലവരായ എല്ലാ ജനങ്ങളും ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് നിന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ സമൂഹമല്ലേ നശിച്ചു പോകുന്നത്? നമ്മുടെ ഈ മക്കൾ, സത്യം പറഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ ഇപ്പോൾ അനുസരിക്കുന്നില്ല. അവർ മൊബൈലിന് അഡിക്റ്റാണ്. അപ്പോൾ അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലുള്ള വസ്ത്രവും. കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ഉയർന്ന ഒരു വാക്കാണ്. അദ്ദേഹം മഹത്തായ ഒരു വാക്കല്ലേ ഉച്ചരിച്ചത്. കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതൊരു മോശപ്പെട്ട വാക്കായിട്ട് നമുക്ക് ഒരിക്കലും ചിത്രീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തോ മുൻവൈരാഗ്യമുണ്ട്. അത് തന്നെയാണ് കാരണം. ഒരു സ്ത്രീക്ക് സൗന്ദര്യവും അമിതമായിട്ടുള്ള ശരീരഘടനയും പണവും ആൾബലവും ഉണ്ടെങ്കിൽ അവർക്ക് എന്തും നേടിയെടുക്കാം. കാരണം അവർക്കൊരു ഇഷ്ടപ്പെടാത്ത കാര്യം വന്നാൽ ഉടനെ ഒരു ഫോൺ എടുക്കും. ഹലോ സാർ, എന്നെ ഒന്ന് സഹായിക്കുന്നു. ഉടനെ ഇവിടെ പെട്ടെന്ന് ഫോൺ കോൾ പോകുന്നു. പെട്ടെന്ന് തെറ്റ് ചെയ്തവനാണെന്നോ ചെയ്യാത്തവനാണെന്നോ നോക്കാതെ അവരെ തൂക്കി ജയിലിലിടുന്നു. അപ്പോൾ ഒരു സ്ത്രീക്ക് എന്തും സാധിക്കും എന്നുള്ള തെളിവാണ് ഇന്ന് ഈ പാവപ്പെട്ട ബോച്ചയെ പിടിച്ച് ജയിലിനുള്ളിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പണം കൈപ്പറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഹണി റോസ്. പക്ഷേ ഒരിക്കലും പാടില്ല കേട്ടോ. ഞാനും ഒരു സ്ത്രീയാണ്, നിങ്ങളൊരു സ്ത്രീയാണ്. എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പാവപ്പെട്ട ബോച്ചയെ പുറത്തു കൊണ്ടുവരണം. അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൊരുതണം.